വെൽക്കം ടു സ്റ്റഡി വിൻ PSC ദേവസ്വം ബോർഡ് LD ക്ലർക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയറിലെ സ്പെഷ്യൽ ടോപ്പിക്സ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അനന്തൻ്റെ മുകളിൽ ഇരിക്കുന്ന രീതിയിലുള്ള മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ ഉള്ള പ്രസിദ്ധ ക്ഷേത്രം. ഓപ്ഷൻ ബി, ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രം. അനന്തൻ്റെ മുകളിലിരിക്കുന്ന രീതിയിലുള്ള മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയുള്ള പ്രസിദ്ധ ക്ഷേത്രം ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രം. പ്രസിദ്ധമായ മച്ചാട്ട് മാമാങ്കം ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ, തൃശ്ശൂർ. പ്രസിദ്ധമായ മച്ചാട്ട് മാമാങ്കം ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിൽ. വേട്ടക്കാരൻ എന്ന സങ്കല്പത്തിൽ ആരാധിക്കപ്പെടുന്ന മൂർത്തി. ഓപ്ഷൻ ബി, പരമേശ്വരൻ. വേട്ടക്കാരൻ എന്ന സങ്കല്പത്തിൽ ആരാധിക്കപ്പെടുന്ന മൂർത്തി പരമേശ്വരൻ. ക്ഷേത്രങ്ങളിൽ ആലിന് ചുറ്റും എത്ര പ്രദക്ഷിണം ചെയ്യണമെന്നാണ് ആചാരം? ഓപ്ഷൻ ഡി, 7. ക്ഷേത്രങ്ങളിൽ ആലിന് ചുറ്റും എത്ര പ്രദക്ഷിണം ചെയ്യണമെന്നാണ് ആചാരം? 7 പ്രദക്ഷിണം. പ്രദോഷവ്രതം ഏത് തിഥിയിലാണ് ആചരിക്കുന്നത്? ഓപ്ഷൻ ഡി, ത്രയോദശി. പ്രദോഷവ്രതം ഏത് തിഥിയിലാണ് ആചരിക്കുന്നത്? ത്രയോദശി. പ്രദോഷവ്രതമൊക്കെ എടുക്കുന്നവർക്ക് ഇത് കറക്റ്റായിട്ട് അറിയാമായിരിക്കും അല്ലേ? നമ്മൾ കലണ്ടർ നോക്കിയിട്ട് ത്രയോദശി വരുന്ന ദിവസം പ്രദോഷം നോക്കി എടുക്കാറുണ്ടല്ലോ, പ്രദോഷവ്രതമൊക്കെ. ഓക്കെ, ഉത്സവബലി, വലിയ കലശങ്ങൾ എന്നിവയ്ക്ക് മാത്രം ഉപയോഗിക്കുന്ന വിശേഷപ്പെട്ട വാദ്യം. ഓപ്ഷൻ എ, മരപ്പാണി. ഉത്സവബലി, വലിയ കലശങ്ങൾ എന്നിവയ്ക്ക് മാത്രം ഉപയോഗിക്കുന്ന വിശേഷപ്പെട്ട ദേവവാദ്യം മരപ്പാണി. ചാതുർവർണ്ണ്യത്തിനെതിരെ പ്രതികരിക്കുന്ന തെയ്യമേത്? ഓപ്ഷൻ എ, പൊട്ടൻ തെയ്യം. ചാതുർവർണ്ണ്യത്തിനെതിരെ പ്രതികരിക്കുന്ന തെയ്യം ഏതാണ്? പൊട്ടൻ തെയ്യം. മീനമാസത്തിലെ പൂരത്തിനോടനുബന്ധിച്ച് ഉത്തര കേരളത്തിൽ നടക്കുന്ന സംവാദാത്മകമായ മത്സരക്കളി. ഓപ്ഷൻ സി, മറുത്തുകളി. മീനമാസത്തിലെ പൂരത്തോടനുബന്ധിച്ച് ഉത്തര കേരളത്തിൽ നടക്കുന്ന സംവാദാത്മകമായ മത്സരക്കളി മറുത്തുകളി. അഹം ബ്രഹ്മാസ്തി എന്ന മഹാവാക്യം ഏത് ഉപനിഷത്തിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ ഡി, ബൃഹദാരണ്യകം. അഹം ബ്രഹ്മാസ്തി എന്ന മഹാവാക്യം ഏത് ഉപനിഷത്തിൽ ഉൾപ്പെടുന്നു? ബൃഹദാരണ്യകം. ഹോതൃവേദം എന്നറിയപ്പെടുന്ന വേദം. ഓപ്ഷൻ എ, ഋഗ്വേദം. ഹോതൃവേദം എന്നറിയപ്പെടുന്ന വേദം ഋഗ്വേദം. ഗൗഡപാദന്റെ കാരികയോടുകൂടി പ്രസിദ്ധമായ ഉപനിഷത്ത്. ഓപ്ഷൻ ബി, മാണ്ഡൂക്യം. ഗൗഡപാദന്റെ കാരികയോടുകൂടി പ്രസിദ്ധമായ ഉപനിഷത്ത് മാണ്ഡൂക്യം. ഭഗവത്ഗീതയുടെ ഏത് അധ്യായമാണ് വിശ്വരൂപ ദർശനയോഗം എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ സി, 11-ാം അധ്യായം. ഭഗവത്ഗീതയുടെ ഏത് അധ്യായമാണ് വിശ്വരൂപ ദർശനയോഗം എന്നറിയപ്പെടുന്നത്? 11-ാം അധ്യായം. പാണ്ഡവരുടെ മാതുലനായ ശല്യർ ആരുടെ സാരഥിയായാണ് മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുത്തത്? ഓപ്ഷൻ സി, കർണന്റെ. അപ്പം പാണ്ഡവരുടെ മാതുലനായ ശല്യർ ആരുടെ സാരഥിയായിട്ടാണ് മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുത്തത്? കർണന്റെ. പാണ്ഡവരുടെ ശത്രുവാണല്ലോ കർണൻ. അപ്പം ഈ മാതുലൻ ഒരു ശല്യക്കാരനാണെന്നങ്ങ് വിചാരിക്കുക കേട്ടോ. അപ്പം എന്താണ്? പാണ്ഡവരുടെ മാതുലനായ ശല്യർ ആരുടെ സാരഥിയായാണ് മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുത്തത്? കർണന്റെ. ആദിശങ്കരാചാര്യരുടെ ശിഷ്യനായി തീർന്ന പൂർവമീമാംസികൻ ആരാണ്? ഓപ്ഷൻ ഡി, മണ്ഡന മിശ്രൻ. ആദിശങ്കരാചാര്യരുടെ ശിഷ്യനായി തീർന്ന പൂർവമീമാംസകൻ ആരാണ്? മണ്ഡന മിശ്രൻ. തമിഴ്നാട്ടിലെ വൈഷ്ണവ സന്യാസിമാർ ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഓപ്ഷൻ സി, ആൾവാർമാര്. തമിഴ്നാട്ടിലെ വൈഷ്ണവ സന്യാസിമാര് ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ആൾവാർമാര്.
തമിഴ്നാട്ടിലെ ശിവഭക്തരായ സന്യാസിമാർ നായനാർമാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണം. തമിഴ്നാട്ടിലെ ശിവഭക്തരായ സന്യാസിമാർ അറിയപ്പെട്ടിരുന്നത് നായനാർമാരെന്നാണ്. ശിവഭക്തർ കേട്ടോ, ശിവഭക്തർ. അപ്പം എന്താ വൈഷ്ണവ സന്യാസിമാർ എന്ന് പറഞ്ഞാൽ എന്താ? വിഷ്ണു ഭക്തര് ആൾവാർമാർ എന്നറിയപ്പെട്ടു, ശിവഭക്തര് നായനാർമാർ എന്നറിയപ്പെട്ടു. ഓക്കെ, രണ്ടും തമ്മിൽ മാറിപ്പോകരുത്, ഇത് കാണുമ്പോൾ കൺഫ്യൂഷൻ വരും. അപ്പം അതുകൊണ്ടാണ് ഒന്നുകൂടി പറയാം. തമിഴ്നാട്ടിലെ വൈഷ്ണവ സന്യാസിമാർ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ആൾവാർമാർ, അതായത് വിഷ്ണു ഭക്തര്, അതാണ് വൈഷ്ണവ സന്യാസിമാർ. അതുപോലെ തമിഴ്നാട്ടിലെ ശിവഭക്തര് അറിയപ്പെട്ടിരുന്നത് നായനാർമാരെന്നാണ്. ഓക്കെ, രാമചരിതമാനസം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാര്? ഓപ്ഷന് തുളസീദാസ്. രാമചരിതമാനസം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാരാണ്? തുളസീദാസ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ ഏത് ദേവസ്വത്തിൻ്റെ കീഴിലാണ്? ഓപ്ഷൻ ഡി മലബാർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ ഏത് ദേവസ്വത്തിൻ്റെ കീഴിലാണ്? മലബാർ ദേവസ്വത്തിൻ്റെ. ഗുരുവായൂർ ദേവസ്വം ബോർഡ് രൂപീകൃതമായത് ഏത് വർഷം? ഓപ്ഷൻ സി 1956. ഗുരുവായൂർ ദേവസ്വം രൂപീകൃതമായത് ഏത് വർഷമാണ്? 1956. ശബരിമല ദേവസ്വം ഗ്രൂപ്പിന്റെ ആസ്ഥാനം എവിടെ? ഓപ്ഷൻ സി പത്തനംതിട്ട. ശബരിമല ദേവസ്വം ഗ്രൂപ്പിന്റെ ആസ്ഥാനം പത്തനംതിട്ടയിലാണ്. ശബരിമല ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട ജില്ലയിൽ. അപ്പോൾ ശബരിമല ദേവസ്വം ഗ്രൂപ്പിന്റെ ആസ്ഥാനം പത്തനംതിട്ടയിലാണ്. അങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. കേരളത്തിനുള്ളിൽ ഉപദേവതാ പ്രതിഷ്ഠകളില്ലാത്ത തൃശ്ശൂർ ജില്ലയിലെ പ്രസിദ്ധമായ മഹാക്ഷേത്രം? ഓപ്ഷൻ ബി കൂടൽമാണിക്യം സംഗമേശ ക്ഷേത്രം. ക്ഷേത്രത്തിനുള്ളിൽ ഉപദേവതാ പ്രതിഷ്ഠകളില്ലാത്ത തൃശ്ശൂർ ജില്ലയിലെ പ്രസിദ്ധമായ മഹാക്ഷേത്രം ഏതാണ്? കൂടൽമാണിക്യം സംഗമേശ ക്ഷേത്രം. ആറാട്ടുപുഴ രൂപം ഏത് മലയാള മാസത്തിലാണ് സംഘടിപ്പിക്കപ്പെടുന്നത്? ഓപ്ഷൻ എ മീനം. പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരം ഏത് മലയാള മാസത്തിലാണ് സംഘടിപ്പിക്കപ്പെടുന്നത്? മീനം. ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള തിരുവോണത്തോണി എവിടെ നിന്ന് ആണ് പുറപ്പെടുന്നത്? ഓപ്ഷൻ ഡി കുമാരനെല്ലൂർ. ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള തിരുവോണത്തോണി എവിടെ നിന്നാണ് പുറപ്പെടുന്നത്? കുമാരനെല്ലൂർ. കുമാരനെല്ലൂർ ദേവീക്ഷേത്രം കോട്ടയം ജില്ലയിലാണ്. ഓർത്തു വയ്ക്കുക, കുമാരനെല്ലൂർ ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ്. ചാക്യാർകൂത്തിൽ ഉപയോഗിക്കുന്ന വാദ്യവിശേഷം? ഓപ്ഷൻ സി മിഴാവ്. ചാക്യാർകൂത്തിൽ ഉപയോഗിക്കുന്ന വാദ്യവിശേഷം മിഴാവ്. ഒരേ സമയം തന്ത്രിവാദ്യമായും തുകൽവാദ്യമായും കണക്കാക്കപ്പെടുന്ന ക്ഷേത്രവാദ്യം? ഓപ്ഷൻ ഡി ഇടയ്ക്ക. ഒരേ സമയം തന്ത്രിവാദ്യമായും തുകൽവാദ്യമായും കണക്കാക്കപ്പെടുന്ന ക്ഷേത്രവാദ്യം ഇടയ്ക്ക. യമനും നചികേതസും തമ്മിലുള്ള സംവാദം ഉൾപ്പെട്ടിരിക്കുന്ന ഉപനിഷത്ത്? ഓപ്ഷൻ ബി കഠോപനിഷത്ത്. യമനും നചികേതസും തമ്മിലുള്ള സംവാദം ഉൾപ്പെട്ടിരിക്കുന്ന ഉപനിഷത്ത് കഠോപനിഷത്ത്. പ്രസിദ്ധമായ തത്വമസി വാക്യം ഏത് ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ഓപ്ഷൻ എ ചാന്ദികോപനിഷത്ത്. പ്രസിദ്ധമായ തത്വമസി വാക്യം ഏത് ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ചാന്ദികോപനിഷത്ത്. താഴെ പറയുന്നതിൽ ഗജപൃഠാകൃതിയിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രം? ഓപ്ഷൻ ബി പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. താഴെ പറയുന്നതിൽ ഗജപൃഠാകൃതിയിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രം പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. കൃഷ്ണഗാഥയുടെ കർത്താവ്? ഓപ്ഷൻ സി ചെറുശ്ശേരി നമ്പൂതിരി. കൃഷ്ണഗാഥയുടെ കർത്താവ് ചെറുശ്ശേരി നമ്പൂതിരി. താഴെ പറയുന്നവരിൽ 19-ാം നൂറ്റാണ്ടിലെ കേരള നവോത്ഥാന പ്രക്രിയയിൽ പ്രധാനി? ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു. താഴെ പറയുന്നവരിൽ 19-ാം നൂറ്റാണ്ടിലെ കേരള നവോത്ഥാന പ്രക്രിയയിലെ പ്രധാനി ശ്രീനാരായണ ഗുരു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനം? ഓപ്ഷൻ സി തിരുവനന്തപുരം ജില്ലയിലെ നന്ദൻകോട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലെ നന്ദൻകോട്. ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യ കേരളീയ നൃത്തരൂപം? ഓപ്ഷൻ ഡി കൂടിയാട്ടം. ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യ കേരളീയ നൃത്തരൂപം കൂടിയാട്ടം. ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച രണ്ടാമത്തെ കേരളീയ നൃത്തരൂപം മുടിയേറ്റാണ്. അതും കൂടി ഒന്ന് ഓർത്തു വെച്ചോളൂ. ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച രണ്ടാമത്തെ കേരളീയ നൃത്തരൂപം മുടിയേറ്റ്. ഇവിടെ നോക്കിക്കേ, എന്താണ് ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യ കേരളീയ നൃത്തരൂപം കൂടിയാട്ടം. ഓക്കെ,
ആദ്യത്തേത് രണ്ടാമത്തേതും പഠിക്കുക. ആദ്യത്തേത് കൂടിയാട്ടം, രണ്ടാമത്തേത് മുടിയേറ്റ്. ഓക്കെ. കേരളത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഏറ്റവും വലിയ വിഗ്രഹമുള്ള ക്ഷേത്രം? ഓപ്ഷൻ ബി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. കേരളത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഏറ്റവും വലിയ വിഗ്രഹമുള്ള ക്ഷേത്രം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. ഹൈന്ദവ ആചാരപ്രകാരം മംഗളകർമ്മങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഉപയോഗിക്കുന്ന വാദ്യം? ഓപ്ഷൻ സി ശംഖ്. ഹൈന്ദവ ആചാരപ്രകാരം മംഗളകർമ്മങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഉപയോഗിക്കുന്ന വാദ്യം ശംഖ്. തച്ചുശാസ്ത്ര ഗ്രന്ഥമായ മനുഷ്യാലയ ചന്ദ്രികയുടെ കർത്താവ്? ഓപ്ഷൻ എ തിരുമംഗലത്ത് നീലകണ്ഠൻ. തച്ചുശാസ്ത്ര ഗ്രന്ഥമായ മനുഷ്യാലയ ചന്ദ്രികയുടെ കർത്താവ് തിരുമംഗലത്ത് നീലകണ്ഠൻ. താഴെ പറയുന്നവയിൽ വടക്കൻ കേരളത്തിൽ പ്രചാരമുള്ള അനുഷ്ഠാന കല? ഓപ്ഷൻ ഡി തെയ്യം. താഴെ പറയുന്നവയിൽ വടക്കൻ കേരളത്തിൽ പ്രചാരമുള്ള അനുഷ്ഠാന കല തെയ്യം. അഹം ബ്രഹ്മാസ്തി എന്ന മഹാവാക്യം ഏത് ഉപനിഷത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ളതാണ്? ഓപ്ഷൻ ബി ബൃഹദാരണ്യകോപനിഷത്ത്. അഹം ബ്രഹ്മാസ്തി എന്ന മഹാവാക്യം ഏത് ഉപനിഷത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ളതാണ്? ബൃഹദാരണ്യകോപനിഷത്ത്. പ്രേതകർമ്മം, പ്രേതശ്രാദ്ധം തുടങ്ങിയ വിഷയങ്ങൾ പ്രധാനമായി വിവരിക്കുന്ന പുരാണം? ഓപ്ഷൻ ബി ഗരുഡ പുരാണം. പ്രേതകർമ്മം, പ്രേതശ്രാദ്ധം തുടങ്ങിയ വിഷയങ്ങൾ പ്രധാനമായി വിവരിക്കുന്ന പുരാണം ഗരുഡ പുരാണം. അധസ്ഥിതരുടെ സഞ്ചാര സ്വാതന്ത്ര്യ നിഷേധത്തിനെതിരെ അയ്യങ്കാളി സംഘടിപ്പിച്ച സമരം? ഓപ്ഷൻ ബി വില്ലുവണ്ടി സമരം. അധസ്ഥിതരുടെ സഞ്ചാര സ്വാതന്ത്ര്യ നിഷേധത്തിന് എതിരെ അയ്യങ്കാളി സംഘടിപ്പിച്ച സമരം വില്ലുവണ്ടി സമരം. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം? ഓപ്ഷൻ ബി 1888. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം 1888. മലബാർ ദേവസ്വം ബോർഡ് രൂപീകൃതമായ വർഷം? ഓപ്ഷൻ സി 2008. മലബാർ ദേവസ്വം ബോർഡ് രൂപീകൃതമായ വർഷം 2008. വിഗ്രഹം ഇല്ലാത്ത ഭഗവതി ക്ഷേത്രം എന്ന് പ്രസിദ്ധി ആർജിച്ച ക്ഷേത്രം ഏത്? ഓപ്ഷൻ സി കാടാമ്പുഴ ഭഗവതി. വിഗ്രഹം ഇല്ലാത്ത ഭഗവതി ക്ഷേത്രം എന്ന് പ്രസിദ്ധി ആർജിച്ച ക്ഷേത്രം ഏതാണ്? കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം. നിത്യവും 12000 പുഷ്പാഞ്ജലി എന്ന പ്രസിദ്ധ വഴിപാടുള്ള ക്ഷേത്രം? ഓപ്ഷൻ സി കുമാരനെല്ലൂർ. നിത്യവും 12000 പുഷ്പാഞ്ജലി എന്ന പ്രസിദ്ധ വഴിപാടുള്ള ക്ഷേത്രം കുമാരനെല്ലൂർ. ക്ഷേത്ര അഭിവൃദ്ധിക്ക് വേണ്ടി നിർദ്ദേശിക്കുന്ന മാർഗങ്ങളിലൊന്നാണ് ഉത്സവം. ക്ഷേത്ര അഭിവൃദ്ധിക്ക് വേണ്ടി നിർദ്ദേശിക്കുന്ന മാർഗങ്ങളിലൊന്നാണ് ഉത്സവം. ഏത് കാവ്യത്തിന്റെ നൃത്ത കലാരൂപ അവതരണമാണ് കൃഷ്ണനാട്ടം? ഓപ്ഷൻ സി കൃഷ്ണഗീതി. ഏത് കാവ്യത്തിന്റെ നൃത്ത കലാരൂപ അവതരണമാണ് കൃഷ്ണനാട്ടം? കൃഷ്ണഗീതി. ഉച്ചപൂജ സമയത്ത് ഇടയ്ക്കവാദ്യം ഏത് രാഗത്തിലാണ് വായിക്കുന്നത്? ഓപ്ഷൻ സി ത്രിപുട. പൂജാ സമയത്ത് ഇടയ്ക്കവാദ്യം ഏത് രാഗത്തിലാണ് വായിക്കുന്നത്? ത്രിപുട. ജ്ഞാനകാന്ഡം ഏതാണ്? ഓപ്ഷൻ സി ഉപനിഷത്തുക്കൾ. ജ്ഞാനകാന്ഡം ഏതാണ്? ഉപനിഷത്തുക്കൾ. മഹാഭാരതത്തിന്റെ മറ്റൊരു പേര്? ഓപ്ഷൻ ബി ജയകാവ്യം. മഹാഭാരതത്തിന്റെ മറ്റൊരു പേര് ജയകാവ്യം. കേരളത്തിലെ ഭക്തി പ്രസ്ഥാനത്തിന്റെ മുഖ്യ പ്രയോക്താവ്? ഓപ്ഷൻ സി എഴുത്തച്ഛൻ. കേരളത്തിലെ ഭക്തി പ്രസ്ഥാനത്തിന്റെ മുഖ്യ പ്രയോക്താവ് എഴുത്തച്ഛൻ. ഭാരതകേസരി എന്നറിയപ്പെടുന്ന ആത്മീയ ആചാര്യൻ? മന്നത്ത് പത്മനാഭൻ. ഭാരതകേസരി എന്നറിയപ്പെടുന്ന ആത്മീയ ആചാര്യൻ മന്നത്ത് പത്മനാഭൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഗർഭശ്രീമാൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ മഹാരാജാവ് ആരായിരുന്നു? സ്വാതി തിരുനാൾ. ഗർഭശ്രീമാൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ മഹാരാജാവ് ആരായിരുന്നു? സ്വാതി തിരുനാൾ. ഓക്കെ. എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്ത് വരിക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താല്പര്യമുള്ളവർ സ്റ്റഡി വിൻ PSCയുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് ഒക്കെ അവൈലബിൾ ആണ്. ഇനി അങ്ങോട്ടുള്ള ദേവസ്വം ബോർഡ്, കേരള PSC എക്സാമുകളുടെയൊക്കെ ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ സ്റ്റഡി വിൻ PSCയിൽ അവൈലബിൾ ആണ്. ഡിഗ്രി മെയിൻസ് എക്സാമിൻ്റെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, എല്ലാ SI, സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻറ്റ്, VFA, എല്ലാത്തിൻ്റെ LGS, കമ്പനി ബോർഡ് LD ക്ലർക്ക്, ബെപ്കോ LD, കമ്പനി ബോർഡ് LGS എന്ന് വേണ്ട എല്ലാ എക്സാമുകളുടെയും ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ സ്റ്റഡി വിൻ PSCയിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ അതെല്ലാം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദി ബെസ്റ്റ്, വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു. ഓക്കെ.